ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ നടന്ന മത്സരത്തിൽ ഒരു കിടിലൻ വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. കൊച്ചിയിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ 2-നെതിരെ 3 ഗോളുകൾക്കാണ് ഒഡീഷയെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ വഴങ്ങിയിരുന്നു. ആദ്യ പകുതിയിൽ ഗോളുകൾ ഒന്നും നേടാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അവസാനത്തിൽ ആഞ്ഞടിക്കുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നീട് 3 ഗോളുകൾ രണ്ടാം പകുതിയിൽ നേടിക്കൊണ്ട് വിജയം കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുകയായിരുന്നു. ഒഡീഷയുടെ ഒരു താരത്തിന് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വിജയത്തെക്കുറിച്ച് മത്സരശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ടി.ജി. പുരുഷോത്തമൻ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് തങ്ങൾ ഈ വിജയം സ്വന്തമാക്കിയത് എന്നാണ് ടി.ജി.പി പറഞ്ഞിട്ടുള്ളത്. 70 മിനിറ്റിന് ശേഷം മത്സരം ഫിനിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു തങ്ങളുടെ പ്ലാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് 70 മിനിറ്റിന് ശേഷം ആഞ്ഞടിക്കുക, അങ്ങനെ ഗോളുകൾ നേടിക്കൊണ്ട് വിജയിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലാൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 70 മിനിറ്റിന് ശേഷം മത്സരം ഫിനിഷ് ചെയ്യുക എന്നതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങൾക്ക് എല്ലാ താരങ്ങളിലും വിശ്വാസം ഉണ്ടായിരുന്നു. ഇതാണ് ടി.ജി. പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ മറ്റൊരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടിരുന്നു. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിങ്ങളും തോമസും എപ്പോഴാണ് ഫുൾ ടൈം പരിശീലകനായിക്കൊണ്ട് നിയമിക്കപ്പെടുക? ഇതായിരുന്നു ചോദ്യം. അതിന് അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെയാണ്: അത് എനിക്കറിയില്ല, അത് പലതിനെയും ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. ഇതാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ടി.ജി. പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ടി.ജി.പിക്ക് കീഴിലും തോമസിന് കീഴിലും ഗംഭീര പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കളിച്ച 4 മത്സരങ്ങളിൽ 3ലും വിജയിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.